എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് എക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുമ്പ് എൻ്റെ 297 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. ബാഹുൽ രമേശിൻ്റെ തിരക്കഥയിൽ രഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ചിത്രമാണ് എക്കോ. സന്ദീപ് പ്രതാപ്, ബിയാന മോമിൻ, സൗരവ് സച്ദേവ്, നരേൻ, വിനീത്, അശോകൻ, രഞ്ജിത്ത് ശേഖർ, സഹീർ മുഹമ്മദ്, ബിനു പപ്പ തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. കേരള കർണാടക ബോർഡറിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് നടുവിലായി താമസിക്കുന്ന മ്ലാത്തി ചേട്ടത്തി. അവരുടെ ഭർത്താവായ കുര്യച്ചൻ വർഷങ്ങളായി മിസ്സിംഗ് ആണ്. വിദേശത്തുള്ള അവരുടെ മക്കൾ പിയൂസ് എന്നൊരു ജോലിക്കാരനെ അവരുടെ സഹായത്തിനായി നിർത്തിയിട്ടുണ്ട്. കൂട്ടിന് കുര്യച്ചൻ മ്ലാത്തി ചേട്ടത്തിയുടെ നാടായ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പെറ്റുപരിക്കിയ കുറേ നായ്ക്കളും. ഒരേ സമയം നായകനെ പോലെയും വില്ലനെ പോലെയും ജീവിച്ച കുര്യച്ചൻ്റെ തിരോധാനത്തിന് ശേഷം അയാളെ കണ്ടെത്താനായി എത്തുന്ന ചിലരുടെ അന്വേഷണ വഴികളിലൂടെയാണ് സിനിമ പ്രേക്ഷകനെ കൊണ്ടുപോകുന്നത്. മ്ലാത്തി ചേട്ടത്തിയുടെയും പിയൂസിൻ്റെയും അഭിനയ മികവ് കഥയുടെ പ്രധാന ആകർഷണമാണ്. അതോടൊപ്പം ഛായാഗ്രഹം കൂടിയായ ബാഹുലിൻ്റെ മാജിക്കും. കാടിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുത്ത അയാളുടെ ക്യാമറ അതിൻ്റെ കണ്ണുകൾ കൊണ്ട് കവിത എഴുതുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ആദ്യത്തെ രംഗങ്ങൾ. തുടർന്നങ്ങോട്ട് കാടിൻ്റെയും നായ്ക്കളുടെയും വന്യതയിൽ കുരുങ്ങിപ്പോവുകയാണ് കണ്ടു നിൽക്കുന്നവർ. അത്ര പരിചിതമല്ലാത്ത ആളുകളിൽ കഥാപാത്രങ്ങളെ കണ്ടെത്തിയിരിക്കുന്നതുകൊണ്ട് കഥയ്ക്ക് ഒരു പുതുമ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകൻ്റെ മുൻവിധികളെ തെറ്റിക്കാനും. കുര്യച്ചനെ തേടി വരുന്നവർക്ക് അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ചിത്രത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്ന ടാഗ് ലൈൻ അതുകൊണ്ടുകൂടിയാകാം നൽകിയിട്ടുള്ളത്. നിരവധി ദുരൂഹതകൾ ബാക്കിയാക്കിയാണ് ചിത്രം അവസാനിക്കുന്നത്. നായ്ക്കളെ കൂട്ടിലിട്ട് വളർത്തി അതിനോട് സ്നേഹം കാണിക്കുന്നത് പോലെയാണ് ബന്ധങ്ങളുടെ തടവറയ്ക്കുള്ളിൽ നിർത്തി സ്നേഹം പ്രകടിപ്പിക്കുന്നതും. അതാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രം പറയാൻ ശ്രമിക്കുന്നത്. അധികാര പ്രയോഗങ്ങൾ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിതകാലം മുഴുവനും ചങ്ങലയിൽ കഴിയുന്ന മനുഷ്യരെക്കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. ബാഹുൽ രമേശിൻ്റെ സ്ക്രിപ്റ്റിനെയും ഛായാഗ്രഹണത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ദുരൂഹതയും വശ്യതയും നിലനിർത്തുന്ന മുജീബ് മജീദിൻ്റെ സംഗീതവും ഇതിനോടൊപ്പം ചേർന്നു പോകുന്നുണ്ട്. സൂരജ് ഇഎസ് ആണ് ഈ ചിത്രത്തിൻ്റെ എഡിറ്റർ. മ്ലാത്തി ചേട്ടത്തിയുടെ ചിരി വളരെ മനോഹരമായിട്ടുണ്ട്. അത് ഒരുപാട് ദുരൂഹതകൾ നിലനിർത്തിക്കൊണ്ട് ഒരു ചിരി തുടങ്ങി പകുതിയിൽ അവസാനിപ്പിക്കുക. അത് പൂർണ്ണമാകത്തില്ല. അതോടൊപ്പം തന്നെ പിയൂസ് ഒരേ സമയം ഭയങ്കര നിഷ്കളങ്കനായിട്ടും നിൽക്കും. അതേ സമയം തന്നെ അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ഭാവം മാറ്റുകയും ചെയ്യും. ഇതൊക്കെ വളരെ ഭംഗിയുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. മലയാള സിനിമയുടെ മുതൽക്കൂട്ട് തന്നെയാവും സന്ദീപ് പ്രതാപ് എന്നതിൽ സംശയമില്ല. ചിത്രത്തിൻ്റെ മുന്നണിയിൽ വരാത്ത ഡോഗ് ട്രെയിനേഴ്സിൻ്റെ ആ ഒരു ടീമും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം നായ്ക്കളുടെ പ്രാധാന്യം തന്നെയാണ് ഇതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. KPSC ലീലാമ്മയാണ് മ്ലാത്തി ചേട്ടത്തിക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. സോയിയുടെ ചെറുപ്പകാലം സിൻ സിബി ചെയ്തിരിക്കുന്നു. രഞ്ജിത്ത് ശേഖറും ബിനു പപ്പനുമാണ് അതുവരെ സ്ലോയിൽ കൊണ്ടുപോയിരുന്ന സിനിമയ്ക്ക് വേഗത കൊണ്ടുവരുന്നത്. കുര്യച്ചന് എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ള നേവി ഓഫീസറുടെ ഇൻ്റർപ്രിട്ടേഷനും ഇവരുടെ കാട്ടിലെ തിരച്ചിലുമൊക്കെ എഡിറ്റിംഗ് കൊണ്ട് മികവ് പുലർത്തിയ ഭാഗങ്ങളാണ്. കിഷ്കിന്ധാകാന്ഡം, കേരള ക്രൈം ഫയൽസ് എന്നിവയ്ക്ക് ശേഷമുള്ള അനിമൽ ട്രൈലോജിയുടെ മൂന്നാം ഭാഗമാണ് എക്കോ. മറ്റുള്ളവരുടെ തടവിലാവുന്നതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടും മടികൊണ്ടും പേടികൊണ്ടുമൊക്കെ അവനവനെ തന്നെ തടവിലിട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വന്ന് സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. വ്യക്തിപരമായ അഭിപ്രായമാണ്. ആരാധ്യ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ MRK ജയറാമാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരക്കഥ പ്രേക്ഷകനിൽ ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് പലയിടത്തും സ്പൂൺ ഫീഡിംഗ് നൽകാതെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടവർ തന്നെ ഇത് വീണ്ടും കാണുന്നത്. ആദ്യ കാഴ്ചയിൽ വിട്ടുപോയതൊക്കെ രണ്ടാം കാഴ്ചയിൽ പൂരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നവർ ഒരു തരത്തിലുള്ള റിവ്യൂസും കാണാതെ ഒരു സ്പോയിലർ അലേർട്ടും ശ്രദ്ധിക്കാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ പോയി കാണുക. കാണുമ്പോൾ ഓരോ സീനും ശ്രദ്ധിച്ച് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ അലക്ഷ്യമായിട്ടിരുന്ന പല സീനുകളും നമുക്ക് മിസ്സാകും. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു കണക്ഷൻ കിട്ടുകയുമില്ല. ഏതായാലും ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച ഒരു ചിത്രമാണിത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. റിവ്യൂ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും പ്രോത്സാഹിപ്പിക്കണം. ആദ്യമായി കാണുന്നവർ ദയവായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു സിനിമയുമായിട്ട് വീണ്ടും വരുന്നത് വരെ